welcome back to my channel and I'm your Saba Goddess. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ ഉടനെ തന്നെ റിപ്ലൈ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം ബാക്കിയുള്ള ട്യൂട്ടോറിയൽസ് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. താഴോട്ട് പോവുകയാണെങ്കിൽ പൈത്തൺ, ജാങ്കോ, അതേപോലെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, മാനുവൽ ടെസ്റ്റിംഗ്, സെലീനിയം IDE, വെബ് ഡ്രൈവർ, ജാവ, പിന്നെന്താ റിയാക്ട്, ജിറ, ജെമീറ്റർ, പോസ്റ്റ്മാൻ, ഫ്ലട്ടർ, എത്തിക്കൽ ഹാക്കിംഗ്, അങ്ങനെ എല്ലാ കോഴ്സസും നമ്മളിതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടോ, അത് എത്ര സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി പുതിയ പുതിയ കോഴ്സസിന് വീഡിയോസ് ആഡ് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ. ഞാനിപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതാണ് എക്സെപ്ഷൻ. എന്താണ് എക്സെപ്ഷൻ? എക്സെപ്ഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോനെ തടസ്സപ്പെടുത്തുന്ന എന്തും നമുക്ക് എക്സെപ്ഷൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 20 ലൈൻസ് പ്രോഗ്രാമാണ്. അതിൽ 1 to 10 ലൈൻസ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോയി. പക്ഷേ 11th ലൈനിൽ എന്തോ എറർ വന്നപ്പോൾ അവിടെ സ്റ്റക്കായി നിന്നു. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു എക്സെപ്ഷൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം void main print hello എന്നുള്ളത് നമുക്കതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ എന്താ, ഹലോ എന്നുള്ളത് പ്രിൻ്റ് ആയി. ഇനി സെക്കൻഡ് ലൈനാണ് കേട്ടോ പ്രിൻ്റ് ആയത്. ഇപ്പം ഞാനിവിടെ ഇൻറ്റ് div ഈക്വൽ ടു 10 ഫിൽട്ടർ ഡിവിഷൻ കൊടുക്കണം. എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് ഡിവിനെ പ്രിൻ്റ് ചെയ്യിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ പ്രിൻറ്റ് താങ്ക് യു ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ എന്താ, ഹലോ എന്നുള്ളത് പ്രിൻ്റായി, എന്ന് വെച്ചാൽ സെക്കൻഡ് ലൈൻ പ്രിൻ്റായി. ഇവിടെ കണ്ടോ, പിന്നീട് അത് വന്നിട്ടില്ല. ഇവിടെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലൈനിലാണ് എക്സെപ്ഷൻ ഉള്ളതെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഏത് ലൈനിലാണ് കാണിക്കുന്നത്, 3rd ലൈനിൽ. അപ്പോൾ ഇവിടെ എന്താണ്, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എററാണ് വരുന്നത്. 0 കൊണ്ട് ഡിവിഷൻ കൊടുക്കുമ്പോൾ അവിടെ എററാണ് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ വന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അവിടെ പ്രിൻ്റ് ആയില്ല. ഓക്കെ, അപ്പോൾ അവിടെ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പായി. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് നമുക്ക് ട്രൈ ക്യാച്ച് ബ്ലോക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രൈ ഓൺ ക്യാച്ച് എന്ന് പറഞ്ഞ ബ്ലോക്സ് ഒക്കെ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. എവിടെയാണോ എക്സെപ്ഷൻ വരുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രൈ ബ്ലോക്കിനുള്ളിൽ കൊണ്ടിടും. എക്സെപ്ഷൻ എവിടെയാണോ വരാൻ ചാൻസ് ഉള്ളത് അതിനെ നമ്മൾ ട്രൈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടാൽ മതി. ഓക്കെ ഓക്കെ ദെൻ അത് കഴിഞ്ഞിട്ട് ട്രൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ അവിടെ തന്നെ എന്ത് കൊടുക്കണം, ക്യാച്ച് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ക്യാച്ച് ഇ എന്ന് കൊടുത്തിട്ട് ഇവിടെ പ്രിൻറ്റ് ഇ കൊടുക്കണം. ഇ എന്ന് വെച്ചാൽ എന്താണ് എക്സെപ്ഷൻ എന്നുള്ളത് അവിടെ എഴുതി കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൽ എക്സെപ്ഷൻ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിനുള്ളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. നമ്മുടെ ഇഫ് എൽസ് പോലെ തന്നെ ഇഫ് ഇതല്ലെങ്കിൽ അടുത്തത്. അതുപോലെ ഇവിടെ എക്സെപ്ഷൻ വരുന്നുണ്ടെങ്കിൽ ഈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ഉള്ളിൽ എഴുതി നോക്കണം, ക്യാച്ച് ബ്ലോക്കിൻ്റെ ഉള്ളിൽ എഴുതി നോക്കണം സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഹലോ എന്നുള്ളത് വന്നു. എക്സെപ്ഷൻ എന്താണ്, ഈ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തു നോക്കുന്ന വാല്യൂ ആണ്. അതെന്താന്ന് ഡിനോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എക്സെപ്ഷനെയാണ് കേട്ടോ. ഇവിടെ ഏത് വാല്യൂ വേണം കൊടുക്കാം, പക്ഷെ ഇവിടെ കൊടുക്കുന്ന വാല്യൂവിനെ എന്താ ഡിനോട്ട് ചെയ്യണേ, അതാണ് എക്സെപ്ഷൻ. എന്താണ് എക്സെപ്ഷൻ, അതിൻ്റെ പേരാണ് അത് ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഹലോ വന്നു, ഈ ഒരു എക്സെപ്ഷൻ വന്നു, ലാസ്റ്റത്തെ താങ്ക് യു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി എക്സെപ്ഷൻ ഉണ്ട്, പക്ഷെ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ആയോ, ഇല്ല. കാരണം എന്താ, നമ്മൾ അവിടെ എക്സെപ്ഷൻ അവിടെ ഹാൻഡിൽ ചെയ്തു. ഓക്കെ, ഇതാണ് ട്രൈ ക്യാച്ച് ബ്ലോക്ക് വരുന്നത്. ഇനി ഇതൊന്ന് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ഈ ക്യാച്ച് അല്ലാതെ ഒരെണ്ണം കൂടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതാണ് ഓൺ. ആ ഒരു എക്സെപ്ഷൻ്റെ പേര് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓൺ ഇൻറ്റിജർ, ഇത് പക്ഷേ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇൻറ്റിജർ ഡിവിഷൻ ബൈ 0 എന്നുള്ളത്
ഇല്ല. കണ്ടോ, ഷുഡിൻ ബി യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തു നോക്കുന്നത്. അങ്ങനെ ഒരു എക്സെപ്ഷൻ ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ സോറി, അത് പുറത്ത് ഷീറ്റിൽ മറ്റേ നാളികേരം വീണതാ. ഈശോ, ഞെട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇപ്പം എന്താ ഞാൻ പറഞ്ഞേ, ആ ഒരു എക്സെപ്ഷൻ ഇപ്പോൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ വേറൊരെണ്ണം കൊടുക്കാം, അൺസപ്പോർട്ടഡ് എറർ. ഈ ഒരു എക്സെപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ എന്താണ്, ഇതിനുള്ളിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും വരാത്തത്. അപ്പോഴും അതെ, ഇവിടെ എന്തായി, ഇത് എക്സിക്യൂട്ടായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ട്രൈ ക്യാച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ട്രൈ ഓൺ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, ഓൺ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു എക്സെപ്ഷൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി വരുന്നതാണ്, പിന്നെ ഒരു ബ്ലോക്കും കൂടി ഉണ്ട്, അതാണ് ഫൈനലി എന്ന് പറഞ്ഞ ബ്ലോക്ക്. ഫൈനലി ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ എക്സെപ്ഷൻ ഉണ്ടെങ്കിലും ആ ഒരു ബ്ലോക്ക് വർക്ക് ചെയ്യും, എക്സെപ്ഷൻ ഇല്ലെങ്കിലും ബ്ലോക്ക് വർക്ക് ചെയ്യും. എക്സെപ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ്, ഇതിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റായിട്ട് അവിടെ റൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ദിസ് ഈസ് ഫൈനലി. ആ എക്സെപ്ഷൻ ഉള്ളതുകൊണ്ട് വർക്ക് ചെയ്തു. ഞാനിതിപ്പോൾ വേണമെങ്കിൽ മാറ്റിയിട്ട് 10/2 എന്നുള്ളത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എക്സെപ്ഷൻ അവിടെ ഇല്ലല്ലോ. 10 tilde division, അയ്യോ 10 tilde division 2. കണ്ടോ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും വർക്കായി. അപ്പോൾ ഫൈനലി എന്ന് വെച്ചാൽ എക്സെപ്ഷൻ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് അവിടെ വർക്ക് ആവുന്നുണ്ടായിരിക്കും. ദെൻ ട്രൈ ക്യാച്ച് എന്നുള്ളത് എന്തിനാണ്, ട്രൈയിലാണ് നമ്മൾ എക്സെപ്ഷൻ എവിടെയാണോ വരുന്നത് ആ എക്സെപ്ഷൻ എഴുതുന്നുണ്ടായിരിക്കുക, ക്യാച്ചിലാണ് ഹാൻഡിൽ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ ട്രൈ ഓൺ വരുന്നുണ്ട്. ഓൺ ആവുമ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ എന്താണോ എക്സെപ്ഷൻ ആ ഒരു എക്സെപ്ഷൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എക്സെപ്ഷൻ എന്താണ്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ് എങ്ങനെയാണ്, ട്രൈ ക്യാച്ച് ബ്ലോക്ക്, ട്രൈ ഓൺ ബ്ലോക്ക്, ഫൈനലി ബ്ലോക്ക്. ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് വരുന്നത്, ഞാൻ പുതിയൊരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഡാർക്ക് ഫയൽ ത്രോ സാമ്പിൾ ഡോട്ട് ത്രോ എന്ന് പറഞ്ഞൊരു നമുക്ക് ത്രോ എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സെപ്ഷൻ റേസ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പ്ലിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സെപ്ഷൻ അവിടെ റേസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയണത് ത്രോ ആണ് കേട്ടോ. നമ്മൾ പറയുന്നത് ത്രോസ് ആൻ എക്സെപ്ഷൻ, നമുക്കൊരു എക്സെപ്ഷൻ ത്രോ ചെയ്യാം. അതിൻ്റെ സിൻടാക്സ് വരുന്നത് ത്രോ ദെൻ എക്സെപ്ഷൻ്റെ പേര് കൊടുക്കാം. 1 സെക്കൻഡ് കേട്ടോ. ഓക്കെ, ത്രോ എക്സെപ്ഷൻ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. എക്സെപ്ഷൻ്റെ പേരാണ് കേട്ടോ അത്, അല്ലെങ്കിൽ ഡെമോ എക്സെപ്ഷൻ കൊടുക്കാം. ത്രോ കീവേഡ് യൂസ് ചെയ്തിട്ട് എന്തിനാണ്, നമുക്ക് എക്സെപ്ഷൻസ് ത്രോ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. വോയിഡ് മെയിൻ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഇൻറ്റ് ഏജ് ഈക്വൽ ടു 3. ഇനി ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ എനിക്കൊരു എക്സെപ്ഷൻ വരണം. ഏജ് എന്ന് പറയുന്നത് 2-നേക്കാളും കൂടുതലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ത്രോ എക്സെപ്ഷൻ ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 3. സ്പെല്ലിങ് നോക്കണ്ട കേട്ടോ. ദെൻ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൽസ് പ്രിന്റ് വെൽക്കം. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് ഞാൻ വേണമെങ്കിൽ വേറൊരു പ്രിന്റും കൂടി കൊടുക്കാം, താങ്ക്സ്. ഇവിടെ ഒരു സെമി കോളം കൂടി പോയി. ഓക്കെ, കണ്ടോ, ഒരു എക്സെപ്ഷൻ വന്നു അവിടെ, നമ്മളിവിടെ ത്രോ ചെയ്തതാണ്. ഇതിന് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എന്ത് അൺഹാൻഡിൽഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എവിടെ ഏത് ലൈനിലാണ് നിൽക്കുന്നത്, ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ 4th ലൈനിലാണ്. ഇപ്പം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇങ്ങോട്ട് വന്നതേ 4th ലൈനിലോട്ട് കേഴ്സർ പോയി, അവിടെയാണ് എക്സെപ്ഷൻ നിൽക്കുന്നത്.
നമ്മൾ അവിടെ എക്സെപ്ഷൻ ത്രോ ചെയ്തതാണ്. ഓക്കെ, നമുക്കിതിന് ട്രൈ ക്യാച്ച് ബ്ലോക്കിൽ ഇടണമെങ്കിൽ എന്ത് ചെയ്യാം? ട്രൈ എന്ത് ചെയ്യണു? ക്യാച്ച് ഇ പ്രിന്റ് ഇ. ഓക്കെ, ആ എക്സെപ്ഷൻ അവിടെ പ്രിന്റ് ചെയ്തിട്ട് വന്നു. ദെൻ താങ്ക്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ വർക്ക് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നുവെച്ചാൽ ഇഫിൽ തന്നെയാണ് നമ്മളിത് കൊടുത്തത്, അതുകൊണ്ടാണ് ഇഫിലത്തെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വർക്ക് ചെയ്തതും എൽസ് വർക്ക് ആവാത്തതും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് ബിൽട്ടിനായിട്ട് എക്സെപ്ഷൻ ഉണ്ടായിരിക്കും. ആ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ ട്രൈ ക്യാച്ചും ട്രൈ ഓണും ഫൈനലിയും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആയിട്ട് ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യാനായിട്ട് പറ്റും. You can raise an exception explicitly or forcefully, and it should be handled to avoid the program from existing program to existing. Okay, sorry, program from exiting. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ട്രൈ ക്യാച്ച് ഹാൻഡിൽ ചെയ്യാതിരുന്ന സമയത്ത് ഇവിടെ എറർ വന്നു ഇല്ലേ? അൺഹാൻഡിൽഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എക്സെപ്ഷൻ ത്രോ ചെയ്യാനായിട്ട് പറ്റും, അതേപോലെ തന്നെ ആ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യണം. എന്നാൽ ആ ഒരു പ്രോഗ്രാം എറർ ഒന്നുമില്ലാതെ, തടസ്സമൊന്നുമില്ലാതെ പ്രോപ്പറായിട്ട് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, ത്രോ യൂസ് ചെയ്തിട്ട് ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി വി ക്യാൻ റേസ് എൻ എക്സെപ്ഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു, ബൈ, ഹാവ് എ നൈസ് ഡേ.